മഹേഷ് മധു ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. പ്രധാന വേഷത്തിൽ വന്നിരിക്കുന്നത് അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ ഇവരാണ്. സിനിമ ഒരു ഡിവൈൻ കോമഡി ജോൺറയിൽപ്പെട്ട സിനിമയാണ്. ആ ജോൺറയുടെ നീതി പുലർത്തിയോ എന്ന് നമുക്ക് പരിശോധിക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഇതിൽ ഒരാളുടെ കുട്ടിക്കാലം, അയാൾ ജനിച്ചത്, ആ ഒരു ഹിസ്റ്ററിയൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറേ സിനിമകളിൽ ഇങ്ങനെ ഉണ്ട്, ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഒരു കാരണം, ഒരു കഥ, അങ്ങനെയൊക്കെ കുറേ സിനിമകളിൽ വരുന്നുണ്ട്. അത് പിന്നെ കുട്ടിക്കാലം കുറച്ച് നേരം ഇടുന്നു. പക്ഷേ ഈ കുട്ടിക്കാലം ഇത്രയും കാണിച്ചതിൽ സിനിമയിൽ പിന്നെ അങ്ങോട്ടുള്ള ഇയാളുടെ കഥാപാത്രമായിട്ടോ എന്തെങ്കിലും ബന്ധം ഉണ്ടാകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. വെറുതെ ഒരു 2.5 മണിക്കൂർ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കുറച്ച് നേരം കാണിക്കണമല്ലോ. തുടക്കത്തിൽ ഇയാൾക്കൊരു പ്രശ്നം കൊടുക്കുന്നുണ്ട്. ഇയാളുടെ താല്പര്യമില്ലാതെ ചില കാര്യങ്ങളിലേക്ക് പോയി വീഴുന്നു. എന്നാൽ അതേ സംബന്ധിച്ച് തുടർന്നുണ്ടാകുന്ന എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആണോ പിന്നീട് വരികയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ഇയാൾ ആ ഒരു പൊസിഷനിൽ എത്തി. അവിടെ നിന്ന് സിനിമ സ്റ്റാർട്ട് ചെയ്താലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നുമില്ലായിരുന്നു. സിനിമ നല്ല ഫ്ലോയിൽ പോകുന്നുണ്ട്. ഒരു പള്ളിയുടെ അരമന, പള്ളിയിൽ അച്ഛൻ താമസിക്കുന്ന സ്ഥലം, ഇതൊക്കെ തന്നെയാണ് മെയിൻ ലൊക്കേഷൻ. പിന്നെ ഒരു ഹൈ റേഞ്ച് ഏരിയയിലാണ് കൂടുതലും ഔട്ട്ഡോർ കാണിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാനമായിട്ടും ഒരു റൂമിനകത്ത് തളയ്ക്കപ്പെട്ട രീതിയിലാണ് സിനിമ പോകുന്നത്. പക്ഷേ സിനിമാറ്റോഗ്രാഫിയിൽ ഈ ഒരു മടുപ്പ് തോന്നുന്നില്ല. ഒരു സ്ഥലത്താണ് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നാതെ കുറേ സാധനങ്ങൾ, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കുറേ സംഭവങ്ങൾ ഇതിനകത്ത് തിരികെ കയറ്റി അത് നമുക്ക് കാണുമ്പോൾ ഒരു മടുപ്പ് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഈ പറഞ്ഞ മുന്നോട്ട് പോകുന്തോറും കഥാപാത്രങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നു. ഇതിനകത്ത് ഒരാളൊരു തൃശങ്കുവിനകത്ത് ഒരു ട്രാപ്പ് പോലെ പെട്ടുപോവുകയാണ്. അതിൽ നിന്ന് അയാൾ ഊരുമോ ഇല്ലയോ, ഇതെങ്ങോട്ട് പോയി അവസാനിക്കുമോ എന്നുള്ളൊരു മിസ്റ്ററി, ഒരു സസ്പെൻസ് നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മുൾമുനയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പോയില്ല. എന്താവും എന്നുള്ള ഒരു ആകാംക്ഷ നമ്മളിലുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ആലോചിക്കുമ്പോഴും ഇതിൻ്റെ പ്രധാന കഥാപാത്രത്തിന് വേറെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു. ഇയാൾ ഇത്രയും മാത്രം ടെൻഷൻ ആവേണ്ട, പേടിക്കേണ്ട അവസരമൊന്നുമില്ലല്ലോ. ബേസിക്കലി തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തായാലും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഒരു ആദ്യഘട്ടത്തിൽ ഒരു ലിഫ്റ്റിൽ പോയി വീണാലും അയാൾക്ക് അതിൽ നിന്ന് ഊരാൻ ഫോണുണ്ട്, ഒരുപാട് ഇതുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ അയ്യോ ഞാൻ പേടിച്ചു പോയേ, അയ്യോ ഞാൻ പെട്ടേ എന്നുള്ളൊരു അവസ്ഥയിൽ അയാൾ കൊണ്ടുവരുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നില്ല. കാരണം ഇയാൾക്ക് വേറെ വഴികളുണ്ടല്ലോ രക്ഷപ്പെടാൻ. ഇവ ഇത്ര കിടന്ന് പേടിക്കണമെന്തിന് എന്നുള്ളൊരു സെറ്റപ്പാണ് വരുന്നത്. എന്നിരുന്നാലും ഇവരുടെ പെർഫോമൻസ് വെച്ചിട്ട് അത് കുഴപ്പമില്ലാതെ ഇനി ഏത് വാക്കെടുക്കുമെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ നമ്മളിലുണ്ടായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും സിനിമ ഒന്ന് ഹൈ ആവുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ആ ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് രസകരമായിട്ടുള്ള ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു ക്ലൈമാക്സോടുകൂടി ഈ സിനിമ അവസാനിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ നോക്കിയപ്പോൾ ഒരു തരക്കേടില്ലാത്തൊരു വാച്ചബിൾ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. ഈ സിനിമയിൽ ബാലു വർഗീസ്, അതുപോലെ അർജുൻ അശോകൻ കിടിലമായിരുന്നു. രോമാഞ്ചത്തിൻ്റെ വേറൊരു സാധനമാണ്. എന്നിരുന്നാലും നൈസായിരുന്നു. പുള്ളി അതിൽ കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. ആ രസം ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അത് ഉടനീളം പുള്ളി കൊണ്ടുപോയിട്ടുണ്ട്. അനശ്വര രാജൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിനയ സാധ്യതകളുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ചില സമയത്ത് ഇത് ഭയങ്കര ഓവർ ആക്ടിങ് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്തുവാ ഇത്, ഈ ഓവർ ആക്ടിങ് കാണുമ്പോൾ നമ്മളാ കഥാപാത്രത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമല്ലോ. അപ്പോഴേ ഇവർ ഇത്രയും ഒരു എക്സ്പ്രസീവ് ആവേണ്ട കാര്യമില്ല. ഇനി അത്രയും എക്സ്പ്രസീവ് ആവണമെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് കുറേ പ്രഡിക്റ്റബിലിറ്റി കൂടി ഈ അഭിനയം തന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒരു മെച്ചമായിട്ട് എനിക്ക് തോന്നിയില്ല അതിൽ. അതുമാത്രമല്ല, അവസാന പോർഷൻസൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അനശ്വരയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ ആറ്റിറ്റ്യൂഡ് പിടിക്കാനുള്ളിടത്തൊന്നും അത് അത്രയ്ക്ക് വർക്കായതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവൻ കോമഡി എന്ന് പറയുമ്പം കോമഡി അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. 1-2 ചിരിച്ചിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റൽ സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചിടത്ത് മാത്രമേ ചിരിക്കാനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇവർ കാണിച്ചതൊന്നും ഏക്കാതെ പോയതുപോലെ എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ഈ രഞ്ജി പണിക്കറിൻ്റെ ക്യാരക്ടറൊക്കെ എന്തോന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ വിനീത് വിശ്വത്തിൻ്റെ ഒരു ചെറിയൊരു റോളുണ്ട്. പിന്നെ ബൈജു ഉണ്ട്, മീന രാജ് പള്ളുരുത്തി, അൽത്താഫും കോമഡിക്ക് വേണ്ടി എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. ഏറ്റിട്ടില്ല. പിന്നെ ഒരു പള്ളിയിലച്ഛനായിട്ട് ഒരു അപ്പൂപ്പൻ വരണുണ്ട്. ആ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കുറേ തപ്പിയിട്ട് കിട്ടിയില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു. സാം CS ആണ് സ്കോർ കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി അവസാനം പോകുമ്പോഴേക്കും ഈ പടത്തിൽ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാം CSൻ്റെ സ്കോർ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. റണ്ണഡീവ് ആണ് സിനിമാറ്റോഗ്രാഫി. നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു മടുപ്പുണ്ടാക്കുന്ന കാഴ്ചകളൊന്നും കൊണ്ടുവരാതെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൽ അപ്പുമാരായിയാണ് ആർട്ട് ഡയറക്ഷൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് കുറേ ഒരു മൊത്തത്തിൽ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരിടത്താണ് നമ്മൾ നിൽക്കുന്നത്, അല്ലാതെ വെറും ഒരു റൂമിനകത്തല്ല നിൽക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത ഫ്രെയിംസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ആർട്ട് സഹായിച്ചിട്ടുണ്ട്. ധന്യ ബാലകൃഷ്ണൻ ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂംസും നന്നായിട്ടുണ്ടായിരുന്നു. ഓവറാൾ ഇതാണ് തരക്കേടില്ലാത്ത ഒരു സിനിമ. ഒരു ഓളത്തിൽ അങ്ങ് പോവും. തിയേറ്ററിൽ പോയി കണ്ടെന്ന് പറഞ്ഞിട്ട് നഷ്ടമൊന്നും വരാനില്ലാത്ത ഒരു സിനിമയായിട്ടാണ് എന്ന് സ്വന്തം പുണ്യാളൻ എനിക്ക് ഫീൽ ചെയ്തത്. എന്തരാ വരട്ടെ.